ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം. തിരുവചനങ്ങളെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനം. നാം ചിന്തിച്ചുകൊണ്ടിരുന്നതായ വേദഭാഗം നിർവ്യാജ വിശ്വാസം എന്ന വിഷയത്തെക്കുറിച്ചായിരുന്നു. നിർവ്യാജ വിശ്വാസം, ശുദ്ധ ഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം, ഇവയാൽ ഉളവാകുന്ന ദൈവസ്നേഹം. ദൈവസ്നേഹമാണ് നമ്മെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. നമ്മെ നിലനിർത്തുന്നത് ദൈവസ്നേഹമാണ്. ആ ദൈവസ്നേഹം നാം അനുഭവിക്കുമ്പോഴാണ് നാം ഒരു ക്രിസ്ത്യാനിയായി മാറുന്നത്. നമുക്ക് ലോകപ്രകാരം ബാഹ്യമായ ചടങ്ങുകളുണ്ട്, സഭയുടെ ചടങ്ങുകളുണ്ട്, ആചാരങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, എല്ലാം നല്ലത്. പക്ഷേ അവിടെ ദൈവസ്നേഹമായിരിക്കുന്ന അടിസ്ഥാനം. ഓരോന്നിലും, ഓരോ ശുശ്രൂഷയിലും, ഓരോ ആരാധനയിലും ദൈവസ്നേഹത്തിൻ്റെ തീ കത്തിക്കൊണ്ടിരിക്കണം. സ്നേഹത്തിൻ്റെ തീജ്വാല എന്ന് ബഹുമാനപ്പെട്ട യോഹന്നാൻ സാറ് എപ്പോഴും പറയാറുണ്ട്. സ്നേഹത്തിൻ്റെ തീജ്വാല ഓരോ ശുശ്രൂഷയിലും നാം അത് അനുഭവിക്കണം. ദൈവത്തിന് സ്തോത്രം. ഞാൻ എൻ്റെ ചെറുപ്പകാലം മുതൽ, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം മുതൽ ഞാൻ വിശുദ്ധ മദ്ബഹായിൽ ശുശ്രൂഷിക്കുന്ന ഒരാളായിരുന്നു ഞങ്ങളുടെ ദേവാലയത്തിൽ. പക്ഷേ നിർഭാഗ്യവശാൽ എനിക്ക് ഈ വിശ്വാസമൊന്നും വന്നില്ല. പിന്നീട് പ്രായമായി, പക്വതയായി, യുവത്വമായി, വിദ്യാഭ്യാസമായി, എല്ലാം ഉണ്ട്, എല്ലാം കിട്ടി. ഞാൻ സൺഡേ സ്കൂൾ പഠിപ്പിച്ചു, സൺഡേ സ്കൂൾ പഠിപ്പിച്ചു, യൂത്ത് അസോസിയേഷൻ്റെ നേതൃസ്ഥാനത്തിരുന്നു, പ്രസംഗിച്ചു, പള്ളി ഭരണവും കമ്മിറ്റിയും എല്ലാമായിരുന്നു. പക്ഷേ എനിക്ക് ഈ ഒരു വിശ്വാസം എന്ന് പറയുന്ന ആ അനുഭവം കിട്ടിയില്ല. ദൈവസ്നേഹത്തിൻ്റെ തീ എന്നിൽ അന്നില്ലായിരുന്നു. ഞാനെല്ലാം ചടങ്ങായിട്ട് അനുഭവിച്ചുകൊണ്ട് നടന്നു. പക്ഷേ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും എനിക്കൊരു ഭയമുണ്ട്. പ്രകടമായ പാപത്തിനൊക്കെ പോകാൻ സാധ്യമായിരുന്നില്ല. ഒന്ന്, എൻ്റെ കുടുംബ പശ്ചാത്തലം അതായിരുന്നു. 2, പള്ളിയിൽ ഇതുപോലെ ഉന്നതമായ സ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് പ്രകടമായൊരു പാപത്തിനും മദ്യപാനത്തിനും അങ്ങനെ വേണ്ടാത്ത വെറുക്കൂത്തിനും ഒന്നും നടക്കാൻ സാധ്യമല്ലായിരുന്നു. അതുകൊണ്ടൊരു അച്ചടക്കം അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ അപ്പനും അമ്മയും കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന പാവപ്പെട്ട ദൈവമക്കളായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അന്നും എൻ്റെ അപ്പൻ സൺഡേ സ്കൂൾ അധ്യാപകനാണ്, സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്ററുമായിരുന്നു. എനിക്കതുകൊണ്ട് മറ്റുള്ളവരെ പോലെ അഴിഞ്ഞാടി നടക്കാൻ സാധിക്കുമായിരുന്നില്ല, പ്രിയപ്പെട്ടവർ. എന്നാൽ അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു. ദൈവം ഈ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അതിൻ്റെ സമർപ്പണമോ ഒന്നും ഉണ്ടായിരുന്നില്ല. മാമോദിസായിൽ ഇങ്ങനെ സമർപ്പണം പറഞ്ഞുവെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആരും എന്നെ അത് പഠിപ്പിച്ചില്ല, ഓർമ്മപ്പെടുത്തിയില്ല. അനേക പ്രസംഗങ്ങൾ ഞാൻ കേട്ടു, പക്ഷേ അതൊന്നും ആരും ചൂണ്ടിക്കാണിച്ചില്ല. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ഞാൻ കൃപയാൽ ദൈവത്തിൻ്റെ സ്നേഹം എൻ്റെ പിന്നാലെ നിൽക്കുന്നത് കൊണ്ട് കർത്താവ് എൻ്റെ പിറകെ നടന്ന് എന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നുവെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. 1989 ഈ ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിൽ ബഹുമാനപ്പെട്ട യോഹന്നാൻ സാറിൻ്റെ നേതൃത്വത്തിൽ നടന്നു വന്നിരുന്നതായ ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിൽ പോയി സംബന്ധിക്കാനിടയായി. സ്നേഹമുള്ള പല സഹോദരന്മാരുടെയും നിർബന്ധത്തിനും വഴങ്ങി ഭാഗ്യമായിപ്പോയി. അന്നു മുതലാണ് ഞാൻ യേശുക്രിസ്തുവും ഞാനും തമ്മിലൊരു ബന്ധമുണ്ടല്ലോ, ഒരു സ്നേഹബന്ധം. ആ സ്നേഹമാണ് യേശുവിനെ ക്രൂശിൽ മരിക്കാൻ, കഷ്ടപ്പാടുകൾ ഏൽക്കാൻ എല്ലാം യേശു സ്വന്തം ഏറ്റെടുത്തത് എനിക്ക് വേണ്ടിയാണ്. എൻ്റെ യേശുവിൻ്റെ കഷ്ടാനുഭവം പീഡയും എനിക്ക് വേണ്ടിയാണ് എന്ന് അന്നാണ് എൻ്റെ ഹൃദയത്തിലേക്ക് അത് തട്ടിയത്. എത്രയോ വർഷങ്ങൾ ഞാൻ പാട്ടുപാടി, ഞാൻ ആരാധനാ ഗീതങ്ങൾ പാടി. ഞങ്ങൾക്കായുള്ളവായിരുന്നിൻ ബഹുകഷ്ടതയാൽ കൃപ ചെയ്യുക, നിൻ ആശായിൻ കഷ്ടതയാൽ നേടണം അവകാശം രാജിയെ. ഇതൊക്കെ ഇമ്പത്തിൽ പാടി, അർത്ഥമൊന്നും അന്ന് അറിഞ്ഞില്ല, പ്രിയപ്പെട്ടവർ. എന്നാൽ എൻ്റെ യേശുവിൻ്റെ കഷ്ടാനുഭവവും ദൈവമേ എന്നെ സ്വർഗരാജ്യത്തിൽ അവനോട് കൂടെ ഇരുത്താൻ വേണ്ടിയായിരുന്നു ആ ഹാശായുടെ അനുഭവങ്ങൾ. നിൻ ഹാശായിൻ കഷ്ടതയാൽ നേടണം അവകാശം രാജിയെ. നിൻ്റെ രാജ്യത്തിൽ, സ്വർഗരാജ്യത്തിൽ കർത്താവ് എനിക്കും അവകാശം നേടണം. അതിനാണ് ഈ കഷ്ടതകൾ
അതിനാണ് നീ ഏറ്റത്. കർത്താവേ, അതിൻ്റെ ഒരു ഭാഗവാക്കായി ഞാനും തീരണം. നിന്റെ ക്രൂസിൻ്റെ ഒരു പങ്കാളിയായി ഞാനും തീരണം. നിന്റെ ക്രൂസ് വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് നീ ആഗ്രഹിക്കുന്നത്. ഇതെല്ലാം അന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വലിയൊരു വെളിവ് എൻ്റെ ദൈവം എനിക്ക് തരികയായിരുന്നു. അന്ന് യേശു എനിക്ക് വേണ്ടി ഏറ്റ പങ്കപ്പാടുകളും ക്രൂസിലെ മരണവും ആ ത്യാഗമരണവും കഷ്ടാനുഭവവും എല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വർണ്ണിച്ച് കേൾപ്പിച്ചപ്പോൾ ഞാൻ അന്ന് തകർന്നുപോയി. ഞാൻ ഇങ്ങനെ അടിച്ച് കരയാൻ തുടങ്ങി. ചുറ്റുപാടിരിക്കുന്നവർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ ഞാൻ നോക്കിയില്ല. പ്രിയപ്പെട്ടവർ, ദൈവത്തിൻ്റെ സ്തോത്രം. അന്ന് ഞാൻ എൻ്റെ കർത്താവിനോട് വാക്ക് പറഞ്ഞു, കർത്താവേ, യേശുവേ, എൻ്റെ യേശുവേ, നീ എനിക്ക് വേണ്ടി മരിച്ചതിനാൽ ഇന്നു മുതൽ ഞാൻ നിൻ്റേത് മാത്രമായിരിക്കും, ഞാൻ നിൻ്റെ വകയായിരിക്കും. നീ രക്തം ചിന്തിയത് എന്നെ വിലയ്ക്ക് മേടിക്കാനാണ്. പിശാചിൻ്റെ കയ്യിൽ നിന്ന് എന്നെ വിലയ്ക്ക് മേടിക്കാൻ നിൻ്റെ നിർമ്മലമായ ആ വിലയേറിയ രക്തം നീ ഊറ്റി തന്നു. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. ആ വചനം എൻ്റെ ഹൃദയത്തിലേക്ക് എൻ്റെ കർത്താവ് പാകി തന്നു. പ്രിയപ്പെട്ടവർ, ദൈവത്തിന് സ്തോത്രം. അന്ന് ഞാൻ എൻ്റെ കർത്താവിനോട് സമർപ്പണം പറഞ്ഞു, കർത്താവ്, ഇന്നു മുതൽ ഞാൻ നിൻ്റേതായിരിക്കും. അങ്ങനെ ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിൽ ഞാൻ നിരന്തരം സംബന്ധിക്കുന്ന ഒരാളായി മാറി. സ്തോത്രം. 97 ഒരു സമർപ്പണം വ്യക്തമായി അല്പം ആഴത്തിലേക്ക് നീക്കിയ സമർപ്പണം എനിക്ക് എടുക്കാൻ ദൈവം കൃപ തന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ ദാസൻ്റെ അടുത്ത് വന്ന് എൻ്റെ പാപം 3 ദിവസം ഞാൻ മാറിയിരുന്ന് എൻ്റെ വീട്ടിലൊരു മുറിയിൽ വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് 3 ദിവസം മാറിയിരുന്ന് കണ്ണീരൊഴുക്കി എൻ്റെ ദൈവസന്നിധിയിൽ ഇരുന്ന് എൻ്റെ ജീവിതം പരിശോധിച്ചു. ഓർമ്മ വെച്ച കാലം വരെയുള്ള പാപങ്ങൾ ഓരോന്ന്. അന്ന് ഞാൻ ബാങ്കിൽ ജോലി ചെയ്ത് ദൈവം തന്നു. ബാങ്കിൽ ജോലി ചെയ്യുന്ന സമയമാണ്. പക്ഷേ അന്നാണ് എനിക്കൊരു വെളിവ് കിട്ടുന്നത്. സ്തോത്രം. ഞാനൊന്നും അറിയാതെ ജീവിച്ചപ്പോഴും എൻ്റെ യേശു എൻ്റെ കാര്യം നോക്കി. നല്ല വിദ്യാഭ്യാസം തന്നു, നല്ല ജോലി തന്നു, ജോലിയിൽ ഉയർച്ച തന്നു, എല്ലാം എൻ്റെ കർത്താവ് തന്നു. ഒന്നും എൻ്റെ ദൈവം കുറവ് വരുത്തിയില്ല. പ്രിയപ്പെട്ടവർ, കാരണം ആ സ്നേഹം എൻ്റെ പിന്നാലെ നെറ്റിയായി. ഇന്നലെ നാളെ എന്നെ കടന്നു പിടിക്കാമെന്ന് യേശുവിനൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. സ്തോത്രം. 97 ഞാൻ അവൻ്റെ സന്നിധിയിലിരുന്ന് മുട്ടുമടക്കി 3 ദിവസം ഇരുന്ന് എൻ്റെ പാവങ്ങൾ ഓർമ്മ വച്ച കാലം മുതലുള്ള എല്ലാം ഞാൻ ഓർമ്മയിൽ നിന്ന് തികട്ടിയെടുത്ത് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പ്രഭാതത്തിലേക്ക് വെച്ചു. ഏറ്റുപറഞ്ഞു, കരഞ്ഞു. ഹൃദയം പൊട്ടി കരയാൻ ദൈവം കൃപ തന്നു. കണ്ണുനീരോടെ, പ്രിയപ്പെട്ട തകർന്ന ഹൃദയത്തോടെ ഞാൻ എൻ്റെ ദൈവസന്നിധിയിലിരുന്ന് പാവങ്ങൾ ഏറ്റുപറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പിന്നീടാണ് ബഹുമാനപ്പെട്ട അഭിഷിക്തനായ ബഹുമാനപ്പെട്ട യോഹന്നാൻ സാറിൻ്റെ അടുക്കൽ വന്നൊന്ന് പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് ആഗ്രഹം വന്നു. ഞാൻ സാറിൻ്റെ അടുക്കൽ വിളിച്ചുമില്ല, ഞാൻ അനുവാദവും ചോദിച്ചില്ല, ഞാൻ വന്നു. എന്നെ കണ്ടപ്പോൾ അകത്തേക്ക് വിളിച്ചു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, സാറവിടെ പോർട്ടിക്കോയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. എന്നെ വിളിച്ച് ഞാൻ അടുത്ത് ചെന്നപ്പോൾ ഒന്നും ചോദിച്ചില്ല, നേരെ പ്രാർത്ഥനാ മുറിയിലേക്ക് പോയി. നേരെ പ്രാർത്ഥനാ മുറിയിലേക്കാണ് പോകുന്നത്. ദൈവമേ, ദൈവത്തിൻ്റെ സ്തോത്രം. ഞാൻ അവിടെ ചെന്ന് ഞാൻ അവിടെ ഇരുന്നു. സാറ് അവിടെ ഇരുന്നു, കസേരയിലിരുന്നു. ഞാൻ എൻ്റെ പാപങ്ങൾ ഓരോന്ന് ഏറ്റുപറയാനായിട്ട് ഞാൻ ആരംഭിച്ചു. സാറ് പറഞ്ഞു, ഒന്നും പറയണ്ട, എല്ലാം കർത്താവ് കേട്ടു. ഞാൻ അപ്പോൾ വീണ്ടും എനിക്ക് അത്ഭുതം. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വീടിൻ്റെ മുറിക്കകത്തിരുന്നാണ് പാപങ്ങൾ ഏറ്റുപറഞ്ഞത്. അത് കർത്താവ് കേട്ടു എന്ന് ദൈവദാസൻ എന്നോട് പറയുന്നു. സ്തോത്രം. അതാര് പറഞ്ഞു കൊടുത്തു? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവദാസൻ പറഞ്ഞു കൊടുത്തു. ദൈവത്തിൻ്റെ സ്തോത്രം. ഞാൻ അടിച്ച് കരയാൻ തുടങ്ങി. എനിക്ക് വേണ്ടി ദൈവദാസൻ പ്രാർത്ഥിച്ചു. അന്ന് എൻ്റെ ജീവിതം, പ്രിയപ്പെട്ടവരെ, എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് എന്നേക്കുമായി കൊടുത്തു. ദൈവത്തിൻ്റെ സ്തോത്രം. മഹാഭാഗ്യമായി പോയി. ഇന്നും ആ ഭാഗ്യമാണ് ഞാൻ അനുഭവിക്കുന്നത്. അതേ പ്രിയപ്പെട്ടവർ, ദൈവത്തിൻ്റെ സ്തോത്രം. ഇതിൻ്റെയൊക്കെ വില എനിക്ക് നന്നായി മനസ്സിലാകുന്നുണ്ട്. വിശ്വസിക്കാതെ ദൈവം കൃപ തന്നു. നിർവ്യാജമായൊരു വിശ്വാസം എൻ്റെ കർത്താവ് തന്നു. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് ലോകത്ത് ആരെല്ലാം മാറിപ്പോയാലും എന്നെ അത് ബാധിക്കുകയില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. കാരണം ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അപ്പോസ്തലൻ പറഞ്ഞു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. അവൻ എൻ്റെ ഉപനിധി, ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചു വരിക്കുന്നു. ഇന്ന് ആരെന്തിനും മനുഷ്യനെ നോക്കണം, ലോകത്തെ നോക്കണം, വേറെ ആരെങ്കിലും നോക്കണം? ആവശ്യമില്ല. എൻ്റെ യേശു ശക്തനാണ്. ഞാൻ പറഞ്ഞ സമർപ്പണം
ദാറ്റ് വിച്ച് ഈസ് കമ്മിറ്റഡ് ടു ഹിം. ഞാൻ അവന് കൊടുത്തതെല്ലാം ആ നാൾ വരെ, അന്ത്യം വരെയും സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചുമിരിക്കുന്നു. ഞാൻ എൻ്റെ യേശുവിനോട് പറഞ്ഞ സമർപ്പണം, യേശുവിനോട് പറഞ്ഞ വാക്ക് യേശു കുറിച്ചു വെച്ചു. അത് എന്നും വളരെ വളരെ വിലപ്പെട്ടതായി അവൻ കണക്കാക്കിക്കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വിശ്വസിച്ചതുകൊണ്ട് ഞാൻ ഏറ്റുപറഞ്ഞതായ വാക്ക് യേശു കുറിച്ചു വെച്ചു. ആ സമർപ്പണം എന്നേക്ക് സൂക്ഷിക്കാൻ അവൻ ശക്തനാണ്. ആ ഉപനിധി, ദാറ്റ് വിച്ച് ഐ ഹാവ് കമ്മിറ്റഡ് ടു ഹിം, യേശുവിനോട് കൊടുത്തതായ എൻ്റെ കമ്മിറ്റ്മെൻറ്റ്, എൻ്റെ സമർപ്പണം എന്നേക്കും സൂക്ഷിക്കാൻ, ആ ദിവസം വരെ സൂക്ഷിപ്പാൻ അവൻ ശക്തനെന്ന് ഞാൻ ഉറച്ചുമിരിക്കുന്നു എന്നാണ് അപ്പസ്തോലൻ പറഞ്ഞത്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അന്നു മുതൽ എനിക്ക് അവസരമുള്ളപ്പോഴെല്ലാം എൻ്റെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വേല ചെയ്ത് ഞാൻ ജീവിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. 2010 ഞാൻ റിട്ടയർ ചെയ്തു. തുടർന്നുള്ള മുഴുവൻ സമയവും നാനാദേശങ്ങളിൽ യേശുവിൻ്റെ സാക്ഷിയായി നിൽക്കാൻ എൻ്റെ ദൈവം എനിക്ക് കൃപ തന്നു. അനേകം ദേശങ്ങൾ, കേരളം മാത്രമല്ല, കേരളത്തിലെ എല്ലാ ജില്ലകളിലും ദൂരെയും എല്ലാ പ്രദേശങ്ങളിലെല്ലാം പ്രിയപ്പെട്ടവരെ യേശുവിനെ വഹിച്ചുകൊണ്ട് യേശുവിൻ്റെ സത്യസുവിശേഷവുമായി എനിക്ക് ഓടുവാൻ എൻ്റെ ദൈവം വലിയൊരു കൃപ തന്നു. ദൈവത്തിൻ്റെ വചനം അത് വഹിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ, സ്വന്തം ബുദ്ധിയല്ല, ശക്തിയല്ല, സ്വന്തം ജ്ഞാനമല്ല, ഒന്നും വേണ്ട പ്രിയപ്പെട്ടവരെ. എനിക്കിതൊന്നും ഉള്ള ആളൊന്നുമല്ല. എനിക്കറിയാം എൻ്റെ യേശുവിനെ ആ സ്നേഹം ഉള്ളിലുണ്ടെങ്കിൽ അതാണ് സ്വത്ത്. ദൈവത്തിന് സ്തോത്രം. നിർവ്യാജ വിശ്വാസം, ശുദ്ധഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം, ഇവയാൽ ഉളവാകുന്ന ദൈവസ്നേഹം നമ്മൾ ചിന്തിച്ചു വരികയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 10 വാക്യങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിലുള്ള നിർവ്യാജമായ വിശ്വാസം, അതിൽ നിലനിൽക്കണമെങ്കിലുള്ള പോരാട്ടത്തെക്കുറിച്ചാണ് നാം ചിന്തിച്ചു വന്നത്. കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചു വന്നത്, വിശ്വാസത്തിൽ നിലനിൽക്കണമെങ്കിൽ പിശാചിനോട് എതിർത്ത് നിൽക്കണം, പോരാട്ടം വേണം. കാരണം സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിലാണ് കിടക്കുന്നത്, സർവ്വലോകവും. അപ്പോൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നല്ല പോരാട്ടമുണ്ട്, പിശാചിനോട് പോരാട്ടമുണ്ട്, പാപത്തോട് പോരാട്ടമുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. അവിടെ ജയാളിയായി നിൽക്കണമെങ്കിൽ എന്തെല്ലാം വേണോ നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. 6-10 മുതലുള്ള വാക്യങ്ങൾ. ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവിൻ. കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവിൻ. പിശാചിന്റെ തന്ത്രങ്ങളോടെ എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, ഭൂമിയിലെ മനുഷ്യരോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. പിശാചിനോടാം അവന് സൈന്യങ്ങളോടുമാണ് നമ്മുടെ പോരാട്ടം. പിന്നെ അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവിൻ. എന്തൊക്കെയാണ് ദൈവത്തിന്റെ സർവായുധവർഗം? നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും എന്തെല്ലാം വന്നാലും സത്യത്തിൽ നിന്ന് ഞാൻ വ്യതിചലിക്കില്ല. ഒരേ ഒരു സത്യമേ ഉള്ളൂ, അത് ദൈവമാണ്, കർത്താവായ യേശുവാണ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ആ സത്യത്തിൽ നിന്ന് ഒരു കാലത്ത് ഞാൻ വ്യതിചലിക്കുകയില്ല. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും യേശുവിന്റെ തിരുരക്തത്താലുള്ള ആവരണം, യേശു ക്രൂശിൽ മരിച്ചത് എനിക്ക് വേണ്ടിയാണെന്ന് വിശ്വസിച്ച് അവനെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിക്കുമ്പോൾ ആ തിരുരക്തത്താലുള്ള ആവരണം എനിക്ക് കിട്ടുകയാണ്. അതാണ് നീതിയുടെ വസ്ത്രം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കം കാലിനെ ചെരുപ്പാക്കിയും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിനെ ചെരുപ്പാക്കിയും. എവിടെയെല്ലാം പോയാലും എവിടെയെല്ലാം സഞ്ചരിച്ചാലും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം എനിക്കുണ്ടോ? എൻ്റെ അതിനുള്ള മനസ്സൊരുക്കം എനിക്കുണ്ടോ? ദൈവത്തിന് സ്തോത്രം. സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസമെന്ന പരിചയം എടുത്തുകൊണ്ട് എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകൾ, അതെല്ലാം നമ്മളെ വേറെ ഇങ്ങനെ തൊടുത്ത് വിടും പിശാച്. ദൈവത്തിന് പഴുത് കെട്ടിയാൽ ആ തീയമ്പ് വന്ന് നമ്മുടെ ഉള്ളിലേക്ക് തുളച്ച് കയറും, നമ്മെ നശിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഈ ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെ കെടുക്കുവാൻ നമുക്കൊരു ആയുധമുണ്ട്. എന്താണ്? വിശ്വാസം. വിശ്വാസമെന്ന
പരിച എടുത്തുകൊണ്ട് നിൽപ്പിൻ. എവിടെ നിന്നെല്ലാം പിശാചിൻ്റെ ഒളിയമ്പ് വന്നാലും ആ കർത്താവിനുള്ള വിശ്വാസം, എനിക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ ആ ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം, അവൻ്റെ രക്ഷകനാണെന്നുള്ള വിശ്വാസം, ഈ സർവ്വ അണ്ട കടാഹങ്ങളെയും നിർമ്മിച്ചവൻ അവനാണെന്നും എന്നെ നിർമ്മിച്ചവൻ അവനാണെന്നും എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകും മുമ്പേ എന്നെ അറിഞ്ഞവൻ അവനാണെന്നും എന്നെ അവൻ ഓമനപ്പേർത്തിൽ വിളിച്ചതാണെന്നും അവനോട് കൂടെ ഇരുത്തുവാൻ അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ കണ്ടതാണെന്നും ദൈവമേ, ഈ ഉറച്ച വിശ്വാസം ഇനിയും വിശുദ്ധന്മാരെ ചേർക്കുവാനായി യേശു രണ്ടാമത് വരുമ്പോൾ എന്നെയും അവനോട് കൂടെ സ്വർഗരാജ്യത്തിലേക്ക് കരയേറ്റി കൊണ്ടുപോകാൻ യേശു ഇനിയും വരുമെന്നുള്ള വിശ്വാസം. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, നിൻ്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുകയും നിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഏറ്റുപറയുകയും നിൻ്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിനായി ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു എന്ന വിശുദ്ധ പിതാക്കന്മാർ നമ്മെ ആരാധനാമധ്യേ നമ്മെ ഓർപ്പിക്കും. പ്രിയപ്പെട്ടവരെ, അതാണ് ആരാധന. കർത്താവിൻ്റെ മരണത്തെ ഓർക്കുന്നു. കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചത് നന്ദിയോട് അനുസ്മരിച്ചുകൊണ്ട് ആ മരണത്തെ ഞങ്ങൾ ഓർക്കുന്നു. നിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്, യേശുവേ, എന്നെ നിന്നോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. പാപത്തിൽ നിന്ന് എനിക്ക് ജയം കിട്ടി. യേശു ഉയർത്തെഴുന്നേറ്റതിനാൽ ഞാനും അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു. അവൻ എന്നെയും അവനോടുകൂടെ സ്വർഗത്തിൽ ഇരുത്തി എന്നാണ് അപ്പോസ്തലൻ ലേഖനത്തിൽ എഴുതുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തോടുകൂടെ നമ്മെയും സ്വർഗത്തിൽ ഉയർത്തെഴുന്നേൽപ്പിച്ച് നമ്മെ ഇരുത്തിയെന്ന് ദൈവത്തിന് സ്തോത്രം. അതിനാൽ എൻ്റെ പാപത്തിന് പരിഹാരം വന്നു. എനിക്ക് ജയജീവിതം കിട്ടി. യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നതിനാൽ ഞാൻ ജയാളിയായിരിക്കുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ വെറുതെ പറഞ്ഞാൽ പോരല്ലോ, അനുഭവിക്കണം. നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുകയും ഉയർത്തെഴുന്നേൽപ്പിനെ ഏറ്റുപറയുകയും രണ്ടാമത്തെ എഴുന്നേൽപ്പിനായി നോക്കി പാർക്കുകയും ചെയ്യുന്നു. അന്ന് എൻ്റെ യേശു സകലവിശുദ്ധന്മാരും ദൂതന്മാരുമായി ഇറങ്ങി വരുമ്പോൾ, മധ്യാകാശത്ത് വരുമ്പോൾ, ഈ ഭൂമിയിൽ ജീവിക്കുകയാണെങ്കിൽ ഞാനും അവനോടുകൂടെ പറന്നു വരും. ഞാൻ മരിച്ച് മൺമറഞ്ഞു പോയാൽ, പ്രിയപ്പെട്ടവരെ, എൻ്റെ ശരീരം വീണ്ടും ഉയർത്തെഴുന്നേറ്റ് ആത്മാവിനോട് ചേർന്ന് എൻ്റെ യേശുവിനെ എതിരേൽക്കാനായിട്ട് സ്വർഗരാജ്യത്തിലേക്ക് പറന്നു പോകും. സ്തോത്രം. മധ്യാകാശത്ത് ആ മണിപ്പന്തലിൽ ഒരു വലിയ കൂട്ടായ്മ നടക്കും, സ്വർഗീയ വിരുന്ന് നടക്കും. ദൈവത്തിന് സ്തോത്രം. അന്ന് ഞാനും ആ കൂടെ ഉണ്ടാകും. കടന്നുപോയ വിശുദ്ധന്മാരുണ്ടാകും, കടന്നുപോയതായ കർത്താവിൻ്റെ വ്രതന്മാരെല്ലാവരും ഉണ്ടാകും, രക്തസാക്ഷികളുണ്ടാകും. ആ വലിയ കൂടിക്കാഴ്ചയിൽ എൻ്റെ ദൈവമേ ഞാനും ഉണ്ടാകും. രണ്ടാമത്തെ വരവിന് വേണ്ടി കർത്താവേ ഞങ്ങൾ നോക്കി പാർക്കുന്നു. പ്രിയപ്പെട്ടവർ, അതാണ് ആരാധനയുടെ നിദാനം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കുർബാനയിൽ അത് ഏറ്റു പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിന്നാൽ രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനമെന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവീൻ. ദൈവവചനം എന്ന ആത്മാവിന്റെ വാള്, രക്ഷയാണ് ഹെൽമറ്റ്. ഞാനൊന്ന് ചോദിച്ചോട്ടെ പ്രിയപ്പെട്ടവരെ, ഈ രക്ഷ നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽമറ്റാണോ? ദൈവത്തിൻ്റെ സ്തോത്രം. ഉറപ്പുണ്ടോ? എൻ്റെ യേശു എനിക്ക് വേണ്ടി മരിച്ചു. എൻ്റെ യേശു ക്രൂസിൽ മരിച്ചതിനാൽ എൻ്റെ പാപങ്ങൾക്ക് പരിഹാരമല്ല, അവൻ എനിക്ക് വേണ്ടി മരിച്ചത്. കർത്താവേ, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. കർത്താവേ, നിന്നെ എൻ്റെ കർത്താവ് രക്ഷിതാവുമായി ഞാൻ സ്വീകരിക്കുന്നു. നാഥ, ആ ക്രൂസിലെ പങ്കപ്പാടുകളെല്ലാം ധ്യാനിക്കുവാൻ എനിക്ക് കൃപ തന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. ഒരു സമയത്തൊന്നും മനസ്സിൽ തട്ടാതെ, ഹൃദയത്തിൽ തട്ടാതെ എല്ലാം ചൊല്ലിയും വായിച്ചൊക്കെ കൂട്ടി. എന്നാൽ ഇന്ന് കർത്താവേ, നിൻ്റെ ആ കഷ്ടാനുഭവങ്ങളെ ധ്യാനിക്കുമ്പോൾ ദൈവമേ, അതെല്ലാം എൻ്റെ അനുഭവത്തോട് ചേർത്ത് എൻ്റെ യേശുവിനോട് പറ്റിച്ചേർന്നിരുന്നുകൊണ്ട് ദൈവമേ, എനിക്കത് അനുഭവിക്കുവാൻ, ആ കഷ്ടാനുഭവങ്ങളെല്ലാം എൻ്റെ ജയത്തിന് വേണ്ടിയും എൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുമാണെന്ന് വിശ്വസിക്കുവാനും നിന്നെ എൻ്റെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിക്കുവാനും നീ എനിക്ക് കൃപ തന്നല്ലോ. നന്ദിയോടെ അവനെ സ്തുതിക്കാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ സാധിക്കുന്നുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നു. രക്ഷ എന്ന ശിരസ്ത്രം, നിങ്ങളുടെ ഹെൽമറ്റ് രക്ഷയാണ്. ദൈവത്തിന് സ്തോത്രം. ദുഷ്ടൻ പിന്നെ തൊടുകയില്ല പ്രിയപ്പെട്ടവരെ. ആ രക്ഷ എന്ന ഹെൽമറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സേഫാണ്, നിങ്ങൾ സുരക്ഷിതരാണ്. ദൈവത്തിന് സ്തോത്രം. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാളും. ഈ പറഞ്ഞ എല്ലാ ആയുധങ്ങളും അങ്ങോട്ട് ആക്രമിക്കാനുള്ളതല്ല, ഇങ്ങോട്ട് ആക്രമണം വന്നാൽ നമുക്ക് തടയാനുള്ളതാണ്. എന്നാൽ ദൈവവചനം എന്നത് വാളാണ്. ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാള് കയ്യിലുണ്ടോ? എങ്കിൽ അങ്ങോട്ട് വെട്ടാം. പ്രിയപ്പെട്ടവരെ, പിശാചിനെ നേരെ ആഞ്ഞു വെട്ടാൻ വചനമെന്ന വാൾ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവ് വചനത്താലല്ലേ പിശാചിനെ തോൽപ്പിച്ചത്. മരുഭൂമിയിൽ കർത്താവ് 40 ദിവസവും 40 രാവും
40 പകലും കർത്താവ് മരുഭൂമിയിൽ ഉപവസിച്ചു കഴിഞ്ഞപ്പോൾ പിശാച് അടുത്ത് എന്നല്ലോ. ആ പിശാചിനെ കർത്താവ് നേരിട്ടത് വചനമെന്ന വാളുകൊണ്ടാണ്. വചനമെന്ന വാൾ. പ്രിയപ്പെട്ടവരെ, ആ വാൾ കയ്യിലുണ്ടോ? ദൈവവചനത്തെ നിങ്ങൾ എന്തുമാത്രം മാനിക്കുന്നുണ്ട്? ദൈവവചനത്തെ എത്രമാത്രം ആദരിക്കുന്നുണ്ട്? പ്രിയപ്പെട്ടവർ, ഒന്നും നിസ്സാരവൽക്കരിച്ച് കളയല്ലേ എൻ്റെ പ്രിയപ്പെട്ടവർ. ദൈവത്തിന് സ്തോത്രം. സത്യവചനം, പരിശുദ്ധാത്മാവിൻ്റെ വചനം, കറയില്ലാത്ത വചനം, പ്രിയപ്പെട്ടവരെ, ഭോഷ്കില്ലാത്ത വചനം. ദൈവമേ, ഏതെങ്കിലും പാവപ്പെട്ട ദൈവമക്കളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളത് ഏറ്റവും വിലയേറിയതായി കണക്കാക്കണം. അത് സ്വീകരിക്കണം. എൻ്റെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് സംസാരിക്കുന്നതെന്ന് നിങ്ങൾക്ക് വിശ്വസിച്ച് ആ വചനം കൈക്കൊള്ളാമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ വചനം നിങ്ങളുടെ കയ്യിൽ വാളാണ്. തന്നെയല്ല, നിങ്ങൾ ഈ വചനവുമായിട്ട് രാവും പകലും ദൈവസന്നിധിയിലിരിക്കും. എന്തൊരു അനുഭവമാണെന്നറിയാമോ പ്രിയപ്പെട്ടവർ? എത്ര സമയം ഇരുന്നാലും മടുക്കുകയില്ല. വചനം വായിക്കുന്നതോറും കർത്താവിനോട് പറ്റിച്ചേർന്നിരുന്ന് ആ പൊന്നുതർപ്പാത്തിൽ നിന്ന് ആ വചനം വായിച്ച് ധ്യാനിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ക്രൂസിൽ നിന്ന് ഒഴിവരുന്നതായ സ്നേഹസാന്ത്വനം നിങ്ങളെ തലോടി ആശ്വസിപ്പിച്ച് സ്നേഹത്തിൻ്റെ ആ ജ്വാലയിൽ നിങ്ങളെ കുളിപ്പിക്കുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. വലിയ വലിയ രഹസ്യങ്ങളും മർമ്മങ്ങളും കർത്താവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. ഒരു നിസ്സാര അളവിൽ, ചെറിയ അളവിൽ ഇതെല്ലാം അനുഭവിക്കാൻ എൻ്റെ ദൈവം എനിക്ക് കൃപ തരുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ടു. അതുകൊണ്ട് ഞാൻ പറയുന്നത്, എനിക്ക് ദൈവം വചനം വായിക്കുമ്പോൾ കിട്ടുന്ന എനിക്കെൻ്റെ കർത്താവ് വെളിപ്പെടുത്തി തരുന്നതായ ഓരോരോ കാര്യങ്ങളും ഓരോ മർമ്മങ്ങളും ഞാൻ ഡയറിയിൽ കുറിച്ച് വയ്ക്കും. അങ്ങനെ അനേകം ഡയറികൾ ഞാൻ എഴുതി കൂട്ടി വെച്ചിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ദിവസം എൻ്റെ മോനോട് ഞാൻ പറഞ്ഞതെല്ലാം കാണിച്ചു കൊടുത്തു, എൻ്റെ മക്കളോട് കാണിച്ചു കൊടുത്തു. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്നത് ഓരോന്നും എടുത്ത് വായിക്കുമ്പോൾ മാത്രമല്ല, ഞാൻ കേട്ടതായ സ്വർഗീയ ദൂതുകൾ, ദൈവവചനം കേട്ടതെല്ലാം, ഞാൻ കുറിച്ച് വെച്ചതെല്ലാം ഇന്നെടുത്ത് വായിക്കുമ്പോൾ അത് തന്നെയല്ല, കർത്താവ് എന്നോട് സംസാരിച്ചതായ, എനിക്ക് തന്നതായ സ്വർഗീയ ദർശനങ്ങളും അരുളപ്പാടുകളും എല്ലാം കിട്ടിയതെല്ലാം ഞാൻ എഴുതി വെച്ചത്, ബഹുമാനപ്പെട്ട യോഹന്നാൻ സാറിൽ കൂടി ലഭിച്ചതെല്ലാം ഞാൻ എഴുതി വെച്ചതെല്ലാം ഇന്നെടുത്ത് വായിക്കുമ്പോൾ എൻ്റെ ദൈവമേ, ദൈവവേല ചെയ്യുവാനായിട്ട് നാനാദേശത്തേക്കും ഞങ്ങളെ പറഞ്ഞു വിടുമ്പോൾ കർത്താവിൻ്റെ ദാസൻ തന്നതായ സ്വർഗീയ അരുളപ്പാടുകളും ദർശനങ്ങളും എല്ലാം ഇന്നും എടുത്ത് വായിക്കുമ്പോൾ ഞാൻ ജീവൻ പ്രാപിച്ച് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കാനുള്ള കൃപ എൻ്റെ ദൈവം എനിക്ക് തരുന്നുണ്ട്. പ്രിയപ്പെട്ടവർ, ദൈവത്തിന് സ്തോത്രം. വചനം നിങ്ങളുടെ ജീവിതത്തിലെ രക്തത്തിൽ അലിഞ്ഞു കിടക്കുന്ന ഒരു ആയുധമായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. വചനം എന്ന വാൾ അത് കയ്യിലുണ്ടെങ്കിൽ ആർക്കും അത് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് പകർന്നു കൊടുക്കാനും സാധിക്കും. ദൈവത്തിന് സ്തോത്രം. പിശാചിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാൻ വചനം എന്ന വാള്. ദൈവത്തിന് സ്തോത്രം. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പിൻ. അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾ സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പിൻ. ആത്മാവിൽ പ്രാർത്ഥിക്കണം. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് കാര്യവും യേശുവുമായുള്ള സ്നേഹബന്ധത്തിലാണ് എന്ത് നിങ്ങൾക്ക് പറയാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ബാലിശമായ കാര്യങ്ങൾ വരെ നിങ്ങൾക്ക് പറയാം. എൻ്റെ കർത്താവ് കേൾക്കാൻ തൊട്ടടുത്ത് ഇരുന്ന് വന്ന് നിൽക്കും. യേശുവിനോട് പറയണം, യേശുവേ, എൻ്റെ നാഥ, എൻ്റെ ദൈവമേ, എൻ്റെ അപ്പാ, നീ എൻ്റെ അപ്പനല്ലേ, ഞാൻ നിൻ്റെ മോനല്ലേ, എന്നെ നിനക്ക് തന്നതല്ലേ, എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം നിനക്ക് തന്നതല്ലേ, എൻ്റെ കുഞ്ഞിനെയും തന്നതല്ലേ, എനിക്കുള്ള എല്ലാം നിൻ്റെ കയ്യിൽ തന്നതല്ലേ കർത്താവേ. ദൈവത്തിന് സ്തോത്രം. പറയാം പ്രിയപ്പെട്ടവരെ, ഹൃദയം തുറന്ന് നിങ്ങൾക്ക് പറയാം. ഇത് വലിയൊരു സ്നേഹബന്ധമാണിത്. നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ വിശ്വാസമുള്ള അപ്പൻ്റെ അടുക്കിലേക്ക് എന്ത് കാര്യവും നിങ്ങൾക്ക് പറയാമല്ലോ. സ്നേഹമുള്ള അപ്പൻ്റെ അടുക്കിലേക്ക് എന്ത് കാര്യവും അപ്പനോട് നിങ്ങൾക്ക് പറയാമല്ലോ. അത് സ്നേഹമാണ് പ്രിയപ്പെട്ടവരെ. ഏത് നിസ്സാര കാര്യം പറഞ്ഞാലും അപ്പനത് സ്വീകരിക്കും, അപ്പനത് കൈക്കൊള്ളും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പിൻ. പൂർണ്ണ സ്ഥിരത, പ്രാർത്ഥനയിൽ സ്ഥിരത. പിന്നെ ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാപതിയായി സേവിക്കുന്ന സുവിശേഷത്തിന്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിപ്പാൻ എൻ്റെ വായ് തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിനും ഞാൻ സംസാരിക്കേണ്ടുവണ്ണം അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനും പ്രാർത്ഥിപ്പിൻ. അപ്പോസ്തലൻ പറയുകയാണ്, എൻ്റെ പ്രിയ മകനെ തീമോത്തിയോസേ, നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ ദൈവമേ സ്തോത്രം. പ്രിയപ്പെട്ടവരെ,
ആത്മാവിൽ വളരും തോറും മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. ഞാൻ ദൈവത്തിൻ്റെ വചനം പറയാൻ വായ തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടണം. അതിൽ ഞാൻ സംസാരിക്കേണ്ടും വണ്ണം തെറ്റുകൂടാതെ, പോഷ്ക്ക് വരാതെ, യാതൊരു തരത്തിലുള്ളതായ മാലിന്യവും അതിൽ വരാതെ, ദൈവം തരുന്നത് മാത്രം, ദൈവത്തിൻ്റെ വിശുദ്ധാത്മാവ് എൻ്റെ നാവിൽ തരുന്നത് മാത്രം ഞാൻ സംസാരിക്കേണ്ടും വണ്ണം പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ അതിൽ സംസാരിക്കേണ്ടതിനും എനിക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പിൻ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, അതാണ് ദൈവവേല, അതാണ് വചനം. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിങ്ങളോട് പറയട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വലിയ നാമത്തിൽപ്പെടട്ടെ. യേശുവുമായുള്ള സ്നേഹബന്ധം നിങ്ങൾ പുലർത്തിക്കൊണ്ട് പോകണം കേട്ടോ. യേശുവിനെ മറക്കരുത് കേട്ടോ. മോനെ, യേശു നിനക്ക് വേണ്ടിയാണ് മരിച്ചത്. എൻ്റെ ദൈവമക്കളെ, നിങ്ങളുടെ തലകളെ ഒന്ന് വണങ്ങൂ. യേശുവിൻ്റെ സന്നിധിയിൽ നമ്മുടെ തലകളെ വണങ്ങാം. യേശുവിനോട് നിങ്ങളൊരു വാക്ക് പറയാൻ തോന്നുന്നുണ്ടോ? യേശുവേ, നീ എൻ്റെ സ്വന്തമാണ് കർത്താവേ, നീ എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവമേ, നിൻ്റെ സ്വർഗീയ ആയുധവർഗം എന്നെ ധരിപ്പിക്കണമേ. പിശാചിനോടുള്ള പോരാട്ടത്തിൽ ഞാൻ നശിച്ചു പോകാതെ, ദൈവമേ, എനിക്ക് കേടുപറ്റാതെ കർത്താവേ, നിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ കവർ ചെയ്ത് നിൽക്കണമേ. രക്തം എന്നെ കവർ ചെയ്യണമേ. വിശ്വാസം എന്ന പരിധി തരണമേ. സത്യം അരക്കി കെട്ടാൻ കൃപ തരണമേ. നീ എന്ന കവചം ധരിക്കാൻ കൃപ തരണമേ കർത്താവേ. സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കം കാലിൽ ചെരുപ്പാക്കാൻ കൃപ തരണമേ കർത്താവേ. ദുഷ്ടൻ്റെ നിയമങ്ങളൊക്കെ കെടുപ്പാൻ തക്ക വിശ്വാസം എന്ന പരിധി എന്നെ ഏൽപ്പിക്കണമേ കർത്താവേ. ആത്മാവിൻ്റെ വചനം എനിക്ക് തരണമേ കർത്താവേ. സ്വർഗത്തിൽ നിന്ന് വചനം പൊഴിച്ചു തരണമേ കർത്താവേ. നിൻ്റെ സ്വർഗീയ മർമ്മങ്ങൾ ധരിപ്പാൻ തക്കവണ്ണം എൻ്റെ ഹൃദയത്തെ തുറക്കണമേ കർത്താവേ. എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. എന്നിൽ വന്ന് വാഴണമേ, എന്നിൽ വന്ന് വസിക്കണമേ. സമാധാനം കൊണ്ട് നിറയ്ക്കണമേ. എന്നെ, എൻ്റെ കുടുംബത്തെ, എൻ്റെ മക്കളെ, എനിക്കുള്ള സകലത്തെ അനുഗ്രഹിക്കണമേ കർത്താവേ. എനിക്കെൻ്റെ യേശുവേ നീ മതി, യേശുവേ നീ മതി, യേശുവേ നീ മതി. എൻ്റെ ഹൃദയത്തിലേക്ക് നീ രാജാതിരാജാവായി എഴുന്നള്ളി വരണമേ. തിരുരക്തം കൊണ്ട് എന്നെ മുദ്രയിടണമേ. തിരുരക്തത്താൽ എന്നെ മറയ്ക്കണമേ. എന്നെ കഴുകണമേ, ശുദ്ധീകരിക്കണമേ. രണ്ടാമത്തെ വരവിന് വേണ്ടി എന്നെ ഒരുക്കണമേ. കർത്താവായ യേശുനാഥൻ്റെ നാമത്തിൽ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു പിതാവേ. കൃപയോടെ കേട്ട് ഇത്ര നല്ലുമാറാകണമേ. ആമേൻ.